CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC അവരുടെ കൊച്ചിയിലെ തട്ടകത്തിൽ വെച്ച് ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തങ്ങളുടെ തുടർച്ചയായ രണ്ടാമത്തെ ഹോം മത്സരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് FCയോട് തോറ്റതിനു ശേഷം ഈസ്റ്റ് ബംഗാൾ FCയോട് അടുത്ത മത്സരത്തിൽ വിജയം സ്വന്തമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC. സ്വീഡിഷ് പരിശീലകനായ മിക്കായൽ സ്റ്റേറെ കൊച്ചിയിൽ ആരാധകർക്ക് മുന്നിൽ സ്വന്തമാക്കുന്ന ആദ്യ വിജയം കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.25 ലക്ഷത്തോളം വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരെ സാക്ഷിയാക്കിയായിരുന്നു മിക്കായൽ സ്റ്റേറയുടെ തന്റെ കൊച്ചിയിലെ ആദ്യ വിജയവും. ഏതായാലും കഴിഞ്ഞ 3 സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്ന സെർബിയൻ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ ഇതുവരെയായിട്ടും ആരും മറന്നു കാണില്ല. ഏതായാലും ആ ഒരു പരിശീലകനും ഇപ്പോഴത്തെ മിക്കായൽ സ്റ്റേർ എന്ന പരിശീലകനുമായിട്ട് ചെറിയൊരു ഫാക്ട് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഈ ഒരു ഫാക്ട് കേട്ടാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകും, ഇവാൻ ആശാന്റെ ബ്ലാസ്റ്റേഴ്സിലെ തുടക്കം തന്നെയാണോ മിക്കായൽ സ്റ്റേറെ ആവർത്തിച്ചു വരുന്നത് എന്നുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഈസ്റ്റ് ബംഗാൾ FCക്കെതിരായ കൊച്ചിയിൽ വെച്ച് നടന്ന വിജയം സ്വന്തമാക്കിയതോടുകൂടി ഇവാൻ വുക്കോമാനോവിച്ചിനോടൊപ്പം ഒരു കണക്ക് പങ്കിട്ടിരിക്കുകയാണ് മിക്കായൽ സ്റ്റേറെ. ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇരു പരിശീലകന്മാരും കൊച്ചിയിലെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ ഈസ്റ്റ് ബംഗാൾ FCക്കെതിരായിട്ടാണ് ആദ്യ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാണ്. ആദ്യ മത്സരം ഇവാൻ വുക്കോമാനോവിച്ചും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊച്ചിയിലെ ആരാധകർക്ക് മുന്നിൽ വിജയിച്ച മത്സരം ഈസ്റ്റ് ബംഗാൾ FCക്കെതിരായിട്ടായിരുന്നു. ആ ഒരു കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മിക്കായൽ സ്റ്റേറെയും പരിശീലിപ്പിച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കിയത് ഈസ്റ്റ് ബംഗാൾ FCക്കെതിരായിരുന്നു. ഏതായാലും ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫാക്ട് എന്നുള്ളത്. ഏതായാലും ഇതോടുകൂടി ആശാന്റെ ആ ഒരു തുടക്കം ആവർത്തിച്ചു വരികയാണ് മിക്കായൽ സ്റ്റേറെ എന്നാണ് ഒരുപാട് ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് ആയി എനിക്ക് പറയാനുള്ളത് ഒരു അപ്ഡേറ്റ് ഒന്നുമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇന്നലെ നടന്ന ISL മത്സരത്തെ കുറിച്ചാണ്. അതെ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം. നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വളരെയധികം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഇത്. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഏതായാലും നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന തകർപ്പൻ മത്സരത്തിൽ കൊൽക്കത്ത വമ്പന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് കീഴടങ്ങുകയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊൽക്കത്തയിലെ ഹോം സ്റ്റേഡിയത്തിൽ നിലവിലെ ഡ്യൂറന്റ് കപ്പ് ജേതാക്കളായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കെതിരെ കളിക്കാൻ ഇറങ്ങിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരത്തിന്റെ 4ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു ഗോൾ ഇരന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 10ാം മിനിറ്റിൽ സമനില ഗോൾ തിരിച്ചടിച്ച മോഹൻ ബഗാന്റെ വലയിൽ 24ാം മിനിറ്റിൽ വീണ്ടും പന്തെത്തിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വീണ്ടും ലീഡ് നേടുകയും ചെയ്തു. രണ്ടാം പകുതിയുടെ 61ാം മിനിറ്റിലാണ് മത്സരത്തിലെ വിവാദകരമായ ഗോൾ പിറന്നിട്ടുണ്ടായിരുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC പോസ്റ്റിന് മുന്നിൽ ഗോൾ കീപ്പർ ഗുർമീത് പന്ത് കയ്യിലെടുക്കാൻ ശ്രമിച്ചതിനിടെ ഓടിയെത്തിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ താരമായ സുഭാഷിഷ് ബോസ് കീപ്പറുടെ കയ്യിൽ ചവിട്ടി പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് പന്ത് വലയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വ്യക്തമായി ഫൗൾ ചെയ്തിട്ടും റഫറി ഈ ഒരു ഗോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് അനുവദിച്ചു കൊടുത്തതോടെ മത്സരം സമനിലയെത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ 87ാം മിനിറ്റിൽ കുമിൻസണിലൂടെ 3ാമത്തെ ഗോളും സ്വന്തമാക്കിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്നലെ 3 പോയിന്റ് സ്വന്തമാക്കുകയും കളമിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി 3-2 എന്ന മാർജിൻ സ്കോറിലായി മത്സരം. ഏതായാലും ഈ ഒരു വിവാദകരമായ ഗോളിനെ തുടർന്നുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു ക്ലിയർ ഫൗൾ തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതുമാണ്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.